നമസ്കാരം. രാജ്യത്തിൻ്റെ ഈ പോക്ക് എങ്ങോട്ടേക്കാണ്? പട്ടിണിയിൽ നിന്ന് പൂർണ്ണമായും മുക്തരാവാത്ത നമ്മുടെ രാജ്യത്തിന് 3000 കോടി രൂപയുടെ പ്രതിമ ആവശ്യമുണ്ട്. 3000 കോടി ഉപയോഗിച്ച് ഗുജറാത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിക്കുമ്പോൾ ചിലപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കും BJP-ക്കാർക്കും സംഘപരിവാറിനും ചിലപ്പോൾ സന്തോഷമുണ്ടായേക്കാം. പക്ഷേ അവരൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതേ ഗുജറാത്തിൽ തന്നെ പട്ടിണി കൊണ്ട് ആത്മഹത്യയിലേക്ക് കടന്നുപോയ കർഷകരെ മറന്നുപോയ ഒരു പ്രധാനമന്ത്രിയാണ് നിങ്ങളുടേത്. അതേ ഗുജറാത്തിൽ വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ട് ആത്മഹത്യയിലേക്ക് പോയ കുറച്ച് വിദ്യാർത്ഥികളുള്ള നാട്ടിലെ ജനപ്രതിനിധി തന്നെയാണ് നിങ്ങളുടെ നരേന്ദ്രമോദി. അതേ ഗുജറാത്തിന്റെ മണ്ണിൽ ഒരു നേരത്തെ അന്നം ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് കടന്നുപോയ ഒരു കൂട്ടം കുട്ടികളുള്ള നാട്ടിലെ ജനപ്രതിനിധി തന്നെയാണ് നിങ്ങളുടെ നരേന്ദ്രമോദി. ഒരു പ്രധാനമന്ത്രി ഇത്രയും അധംപതിച്ചു പോകുന്നത് ചിലപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം. രാജ്യത്തിലെ ജനങ്ങൾ GST-യുടെയും നോട്ട് നിരോധനത്തിൽ നിന്നും ഇതുവരെ മുക്തി നേടാതെ കഷ്ടപ്പെട്ട് ആടിയുലയുമ്പോൾ 3000 കോടിയുടെ പ്രതിമ ഇന്ത്യ രാജ്യത്തിന് സമ്മാനിച്ച് എന്തോ വലിയ നന്മ ചെയ്തതുപോലെ വായിളക്കുന്ന സംഘപരിവാരുകാർക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും മാതൃകയാവാനുള്ളത് സഖാവ് പിണറായി വിജയനെ കണ്ടാണ്. 192 കടലിന്റെ മക്കൾക്ക് 3.5 ഏക്കർ ഭൂമിയിൽ അവർക്ക് താമസ സൗകര്യമുള്ള നല്ല ഫ്ലാറ്റുകൾ നൽകി അവരുടെ ദുഃഖത്തോടൊപ്പം അവരുടെ കൂടെ നിന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ 7 അയലത്ത് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തില്ല എന്ന വലിയ സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ രാജ്യത്തിന്റെ നന്മയ്ക്കും സമാധാനത്തിനും ശാന്തിക്കു വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ സമ്പത്തിന്റെ 1% ഒരു പ്രതിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നറിഞ്ഞപ്പോൾ മലയാളികളായ നമ്മൾക്ക് വളരെയധികം വിഷമമുണ്ടായിട്ടുണ്ട്. പക്ഷേ മലയാളികൾക്ക് ആശ്വസിക്കാൻ നമ്മുടെ കേരളത്തിലെ മാറി വരുന്ന ഏത് സർക്കാരായാലും ശരി, അതിലെ മുഖ്യമന്ത്രിമാരൊക്കെ ജനകീയരാണ്, ജനങ്ങളെ തിരിച്ചറിഞ്ഞവരാണ്, ജനങ്ങളോടൊപ്പം നിന്നവരാണ്. സഖാവ് പിണറായി വിജയൻ 192 കടലിന്റെ മക്കൾക്ക് ഭവനങ്ങൾ നൽകുമ്പോൾ ഓരോ കടലിന്റെ മക്കളും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഈ നാട്ടിലെ ഭരണകർത്താക്കളെ പൊക്കിപ്പറയുമ്പോൾ അതിൽ അഭിമാനം കൊള്ളേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ഒരു നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഗുജറാത്തിന്റെ മണ്ണിലും UP-യുടെ മണ്ണിലും ജനിച്ചിട്ടില്ല എന്നത് മാത്രം. 3000 കോടിയുടെ പ്രതിമയെ നോക്കി നമ്മൾ മലയാളികൾ പുച്ഛിക്കുക തന്നെ ചെയ്യും. നമ്മൾക്കറിയാം എന്താണ് രാഷ്ട്രീയമെന്ന്, എന്താണ് ജനകീയ നേതാക്കന്മാരെന്ന്, എന്താണ് ജനപ്രതിനിധികളെന്ന്. അഭിമാനിക്കാം കേരളത്തിനെ ഓർത്ത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.